നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കവേ നിയുക്ത പ്രഥമ വനിതയായ മെലാനിയ ട്രംപ് ഇത്തവണ താൻ തന്റേതായ രീതിയിൽ തന്നെ പ്രധാനപ്പെട്ട പലതും ചെയ്യുമെന്ന സൂചനകൾ നൽകുകയാണ്. ഇതിനോടകം തന്നെ എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ മുൻ മോഡൽ ട്രംപിന്റെ പാം ബീച്ചിലുള്ള മാർ എ ലാഗോ എസ്റ്റേറ്റിൽ വെച്ച് ജോർദാനിയയിലെ റെയ്ന രാജ്ഞിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ദീർഘകാലമായി സുഹൃത്തുക്കളായ ഇവർ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ സാധ്യമായതിനു ശേഷമാണ് ഇപ്പോൾ കണ്ടുമുട്ടുന്നത്. കരാർ സാധ്യമാക്കുന്നതിൽ മേഖലയിലേക്ക് ട്രംപ് നിയോഗിച്ച പ്രതിനിധിയും കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാപ്പി കുടിച്ചുകൊണ്ട് ഇരുവരും തമ്മിൽ ഗഹനമായ എന്തോ സംസാരിക്കുന്ന ചിത്രമാണ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ രാജ്ഞി പങ്കുവച്ചത്. കഴിഞ്ഞ നവംബർ മുതൽ ഡോക്യുമെന്ററി ചിത്രീകരിക്കാനായി മെലാനിയയുടെ പുറകിൽ തന്നെയുള്ള ഡോക്യുമെന്ററി ഫിലിം ക്രൂ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയോ എന്നാണ് പലരും സംശയം ഉന്നയിക്കുന്നത്. തന്റെ ജീവിതവും തൊഴിൽ മേഖലയുമെല്ലാം ഡോക്യുമെന്ററി ആക്കുന്നതിന് ശതകോടീശ്വരൻ ജെഫ് ബേസോസിന്റെ ഉടമസ്ഥതയിലുള്ള ആമസോണുമായി $40 മില്യൺ കരാറാണ് മെലാനിയ ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപും മകനും ഇതിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ടത്രേ. ഈ പ്രൊജക്ടിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് മെലാനിയ. അവർക്ക് എത്ര തുക പ്രതിഫലമായി ലഭിക്കുമെന്നതിന് വ്യക്തതയില്ലെങ്കിലും സാമാന്യം വലിയൊരു തുക തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് മെലാനിയയുടെ വൈറ്റ് ഹൗസിലെ രണ്ടാം ഊഴം. ആദ്യ തവണ അവർ അമേരിക്കൻ പ്രഥമ വനിതയായപ്പോൾ വളരെ കുറവ് പൊതുപരിപാടികൾക്ക് മാത്രമേ അവർ ആതിഥേയത്വം വഹിച്ചിരുന്നുള്ളൂ. വളരെ കുറവ് അഭിമുഖങ്ങൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ. അവർ വെള്ളി വെളിച്ചത്തിൽ നിന്നും കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ രണ്ടാം വരവിൽ അവർ തികച്ചും വ്യത്യസ്തയായിരിക്കും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം. തന്റേതായ ഒരു നിയന്ത്രണം കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് അവർ കരുതുന്നു. മാത്രമല്ല അതിനുള്ള യോഗ്യത തനിക്കുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. പണമാണ് അവർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒന്നെന്ന് അവരുമായി അടുത്ത ചിലർ പറയുന്നു. ആദ്യ തവണ വൈറ്റ് ഹൗസ് വിട്ടിറങ്ങിയ ഉടൻ അവർ ബിസിനസ്സിലേക്ക് തിരിഞ്ഞിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രംപ് ഫയൽ ചെയ്ത ഒരു വെളിപ്പെടുത്തലിൽ പറയുന്നത് തന്റെ ഭർത്താവിനായുള്ള ഒരു ഫണ്ട് റേസിംഗ് പരിപാടിയിൽ സംസാരിക്കുവാൻ മെലാനിയയ്ക്ക് $2,37,500 നൽകിയെന്നാണ്. എന്നാൽ വൈറ്റ് ഹൗസിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വേറെയും സുന്ദരികളുണ്ട്. ട്രംപിന്റെ മകൾ ഇവാങ്കയും കൊച്ചുമകൾ കായിയുമാണ് ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മറ്റു രണ്ടുപേർ. അധികാരം ഏറ്റെടുക്കുന്നതിന്റെ തലേനാളായ ഇന്നലെ സ്റ്റെർലിംഗ് വെർജീനിയയിലെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ഇരുവരും ശ്രദ്ധാകേന്ദ്രങ്ങളായി. മകൻ ഡൊണാൾഡ് ജൂനിയറിന്റെ കാമുകി ബെറ്റിന ആൻഡേഴ്സണും ആഘോഷത്തിൽ പങ്കെടുത്തതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. താരതമ്യേന വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകന്നു നിന്നിരുന്ന ബെറ്റിന ആൻഡേഴ്സണും ജൂനിയർ ട്രംപുമായുള്ള ബന്ധം ആദ്യം പുറത്തു കൊണ്ടുവന്നതും ഡെയിലി മെയിലായിരുന്നു.